നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. 76% പോളിംഗ് രേഖപ്പെടുത്തിയ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ 1,94,592 വോട്ടർമാരിൽ 1,50,141 വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ വീട്ടിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തിയവരും പോസ്റ്റൽ വോട്ട് ചെയ്തവരും ഉൾപ്പെടില്ല. ഇതുകൂടി ഉൾപ്പെടുന്നതോടെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവിന് കഴിഞ്ഞ തവണ ലഭിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നാണ് LDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അനുകൂല ഘടകമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട സ്ത്രീകളുടെ മുന്നേറ്റം ഇതിന്റെ സൂചനയാണെന്ന് CPIM ഏരിയ സെക്രട്ടറി വി. മനോജ് കുമാർ പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും LDFന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും പഴയ നഗരസഭാ പ്രദേശത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും വി. മനോജ് കുമാർ പറഞ്ഞു. വളരെ ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൽ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ചെന്നെത്താൻ കഴിയാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്, സർവ്വതോന്മുഖമായിട്ടുള്ള മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ടീച്ചർ നടത്തിയത് എന്നുള്ളതിൻ്റെ ആവേശകരമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തരംഗം എന്ന രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, സ്ത്രീകളുടെ വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആവേശകരമായി ടീച്ചർക്ക് അനുകൂലമായി, ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മുഴുവൻ സമ്മതിദായകരും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആവേശമാണ് പകരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ടീച്ചർ ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം നേടാൻ വേണ്ടി കഴിയും. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പോലും ഞങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ വെച്ച് പുലർത്തുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ ഇപ്പോൾ ടീച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനം വേണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തുടർ ഭരണം ആവശ്യമാണ് എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രം വ്യക്തമാക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം BJPക്ക് ഈ തവണ ഈ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. മറ്റൊന്നുമല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇരിങ്ങാലക്കുടയ്ക്ക് ആ ജനപ്രതിനിധിയിൽ നിന്ന് എന്ത് ലഭിച്ചു എന്നുള്ളത് ജനങ്ങളാകെ നിരാശാബോധത്തോടു കൂടി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറല്ലാത്തവരും തീവ്രമായിട്ടുള്ള വർഗീയ നിലപാടുകൾ പരസ്യമായി പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് BJP എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ BJPയെ ജനങ്ങൾ തിരസ്കരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ വികസനത്തിൻ്റെ ചർച്ചയിൽ ഇടതുപക്ഷ മുന്നണി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന LDF അതിനു മുൻപത്തെ 5 വർഷം വികസനം ഉണ്ടായില്ലെന്ന് സമ്മതിക്കുകയാണ്. പഴയ നഗരസഭാ പ്രദേശത്തും ആളൂർ, വേളൂക്കര, പൂമംഗലം, കാട്ടൂർ ഗ്രാമപഞ്ചായത്തുകളിലും UDF ലീഡ് ചെയ്യുമെന്നും പുറത്തുശ്ശേരിയിലും മുരിയാട് ഗ്രാമപഞ്ചായത്തിലും ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്നും MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ NDAക്ക് കഴിയില്ലെന്നും MP ജാക്സൺ പറഞ്ഞു. ശ്രീ തോമസ് ഉണ്ണിയാടൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ 9 മണ്ഡലങ്ങളാണ്, 7 ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും ഉൾപ്പെടെ 9 മണ്ഡലങ്ങളാണ്. അതിൽ ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലത്തിൽ ഒരു സംശയം വേണ്ട 4500 വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീ തോമസ് ഉണ്ണിയാടന് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3900 വോട്ടിനടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭരണമുള്ള ആളൂർ ഗ്രാമപഞ്ചായത്തിൽ 3500 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷം അവിടെയും കരസ്ഥമാക്കാനായിട്ട് ശ്രീ തോമസ് ഉണ്ണിയാടിന് സാധിക്കും. വേളൂക്കരയിൽ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും പൂമംഗലത്ത് ഒരു 300 വോട്ടിൻ്റെ ഭൂരിപക്ഷവും കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ കണക്കിൽ സാധിക്കും. മുരിയാടും പൊറത്തുശ്ശേരിയിലും ഞങ്ങൾ ഒപ്പത്തിനൊപ്പം നില മെച്ചപ്പെടുത്തി വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് വോട്ട് കുറയും. അതുപോലെ തന്നെ കാട്ടൂർ ഞങ്ങൾ 750 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാനായിട്ട് സാധിക്കും. ഞങ്ങൾ കുറച്ച് പിന്നോക്കം പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കാറളവും പടിയൂരും മാത്രമാണ്. ആ 2 മണ്ഡലത്തിനും കൂടി 3000 വോട്ടിൻ്റെ പിന്നോട്ട് പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കണക്കുകൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു നല്ല കംഫർട്ടബിൾ മാർജിനിൽ ശ്രീ തോമസ് ഉണ്ണിയാടൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ ഡിസംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ 12% വോട്ട് ചോർച്ച നേടിയ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് അലയടിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം 5 കൊല്ലത്തെ വികസന പ്രവർത്തനമുള്ളൂ. അതിന് മുമ്പത്തെ 5 കൊല്ലം വികസനം ഇല്ലല്ലോ. അവരുടെ മാസ്റ്റർ 5 കൊല്ലം വികസനം ഇല്ല എന്ന് സമ്മതിക്കില്ല ഈ 5 കൊല്ലത്തെ വികസനം പറയുമ്പോൾ. അപ്പോൾ അത് ഒരു 10 കൊല്ലം കൊണ്ട് നടക്കേണ്ട കാര്യം 5 കൊല്ലം കൊണ്ട് നടത്തിയെന്ന് പറയുന്നതിനൊന്നും വലിയ കാര്യമില്ല. വികസനം എന്ന് പറയുന്നത് റോഡ് ഉണ്ടാക്കലല്ല. റോഡ് എവിടെയെങ്കിലും ഗതാഗതത്തിന് സൗകര്യക്കുറവ് വന്നാൽ അത് നന്നാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. അതിന് വേറെ പ്രത്യേകിച്ച് ഭാവനയോ ദീർഘവീക്ഷണമോ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അവകാശപ്പെടുന്ന നാണാവ് ചന്തകുന്ന് റോഡിൻ്റെ വികസനം വർഷങ്ങൾക്ക് മുൻപേ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വിഭാവനം ചെയ്തൊരു പദ്ധതിയല്ല. അത് പ്രായോഗികമായിട്ട് കൊണ്ടുവരാനായിട്ട് വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ മന്ത്രിയായി ബിന്ദുവിനെ അതിന് പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളൂ. അല്ലാതെ അതിലൊന്നും ബിന്ദുവിൻ്റെ ഭാവനയ്ക്കോ ബിന്ദുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല ആ റോഡ് വികസനം. ഒരു ആശുപത്രിയുടെ വികസനം പറയുന്നതൊക്കെ NRHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആശുപത്രിയിൽ. അല്ലാതെ അതിനൊന്നും മന്ത്രി ബിന്ദുവിന് യാതൊരു പങ്കുമില്ല. പിന്നെ നിർമ്മാണങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം തന്നെ ഒരു കോൺട്രാക്ടിങ് കമ്പനി പോലെയായിരുന്നു. നിർമ്മാണം നടത്തുക, അതിന് കമ്മീഷൻ അടിക്കുക, അതിന് ഊരാളുങ്കലിനെ ഇടപെടിപ്പിക്കാൻ പറ്റുന്നതിന് മുഴുവൻ ഊരാളുങ്കലിൽ പങ്കുണ്ടാക്കി കൊടുക്കുക, അവരിൽ നിന്ന് പണം കൈപ്പറ്റുക. അപ്പോൾ നമ്മുടെ കുട്ടംകുളത്തിൻ്റെ തന്നെ ഉദാഹരണം എടുത്താൽ മതി. 5 കോടിയുടെ 4 കോടിയുടെ പദ്ധതിയാണ്. ആ ചെടിയുടെ മുകളിൽ കല്ല് വെച്ച് മധുര കെട്ടി അവസാനിപ്പിക്കുക. അതിന് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞങ്ങൾ അധികാരത്തിൽ വേണ്ടി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുപോലും ഈ അയ്യപ്പൻ്റെ വിഗ്രഹം കത്തുന്നത് കാണിച്ച അതേ ബുദ്ധി തന്നെയാണ് കുട്ടംകുളത്തിൻ്റെ നവീകരണത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. BJP-യുടെ മുന്നണി NDA സംവിധാനം തന്നെ തകർന്നു പോയില്ലേ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BDJS എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവില്ല, പൂജ്യവും. BDJS ഉണ്ടാവില്ല കേരളത്തിൽ. അതുപോലെ തന്നെ BJP NDA മുന്നണിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം 2020 ആയിട്ട് സെക്കൻഡാക്കിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും വലിയ ഷിഫ്റ്റിംഗ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത്. 7 വലിയ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് 5 പേര് UDF-നും 2 പേര് BJP-നും മത്സരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ആലോചിച്ചാൽ 7 പേരെ പുറത്തു വന്ന് 5 പേര് UDF-ൻ്റെ ഒപ്പം ചേർന്ന് മത്സരിക്കുക, 2 പേര് BJP-യുടെ ഒപ്പം രാജേന്ദ്രനും മൂന്നനും BJP-യുടെ ഒപ്പം ചേർന്ന് മത്സരിക്കുക. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം എവിടേക്ക് പോയി? പിന്നെ അതുപോലെ പഴയ കാലത്തെ പോലെ ഒരു കേഡർ സംവിധാനം CPM-നുണ്ട്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് പഴയ കാലത്തെ CPM ആണോ അപ്പുറത്തെ CPM, പഴയ കാലത്തെ BJP ആണോ അപ്പുറത്തെ BJP? ഇരിങ്ങാലക്കുടയിൽ നോക്കിയാൽ 2 മുന്നണിയുടെയും പ്രവർത്തനം വളരെ മോശമായിരുന്നു. NDA മുന്നണിയുടെയും LDF മുന്നണിയുടെയും പ്രവർത്തനം വളരെ മോശമായിരുന്നു. UDF പഴയതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ എല്ലാ ബൂത്തുകളിലും പ്രവർത്തനം നടത്താനും അതിൻ്റെ ഒരു ബഹിസ്ഫുടനായിരുന്നു കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ പറ്റിയത്.
NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളം വിജയിക്കുമെന്നാണ് NDA നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട പറഞ്ഞു. യുവാക്കളും സ്ത്രീകളും കൂടുതൽ NDAയിലേക്കാണ് ആകൃഷ്ടരാകുന്നതെന്ന് കൃപേഷ് ചെമ്മണ്ട ചൂണ്ടിക്കാട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തും, നമ്മൾ വിജയിക്കും, അത് തന്നെയാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. 69 വർഷമായിട്ടുള്ള LDFിൻ്റെയും UDFിൻ്റെയും ഭരണം നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ കണ്ടിരുന്നു. അത് കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് NDA നടത്തിയത്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് യുവാക്കൾ, സ്ത്രീകൾ, അവരുടെ പിന്തുണ നരേന്ദ്രമോദിജിക്ക് വികസനത്തിനുണ്ടാകും. തിരഞ്ഞെടുപ്പിൻ്റെ പെർസെൻറ്റേജും തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മറ്റു കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഇത്തവണ NDA ഇരിഞ്ഞാലക്കുടയിൽ വിജയിച്ച് കയറും. അത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും 3 റിസൾട്ടുകളാണ് സാധാരണ വരാറുള്ളത്. നിയമസഭയിൽ പലപ്പോഴും LDFിനും UDFിനും അനുകൂലമായ അന്തരീക്ഷമാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വോട്ട് ഷെയർ കൂടുന്ന മുന്നണി NDA മാത്രമേ ഉള്ളൂ. 2016, 2020, 2021, 2024, 2025 ഏത് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കോളൂ, വോട്ട് ഷെയർ കൂടിയ ഒരൊറ്റ മുന്നണി ഇരിങ്ങാലക്കുടയിൽ NDA മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാറളം, പടിയൂർ, വേളൂക്കര, പൂമംഗലം, മുരിയാട്, പൊറത്തുശ്ശേരി മേഖലകളിൽ ശക്തമായ മുന്നേറ്റം നടത്തും. ബാക്കി ആനുപാതികമായിട്ടുള്ള വോട്ട് വർധനവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണ വിലയിരുത്തുന്നത്. ഇത്തവണ NDAയെ ജനം തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ MLAയുടെ ഉദ്ഘാടനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, പലതും കേന്ദ്ര പദ്ധതികൾ ചട്ടം മറികടന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പലതും ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ അടുത്ത സമയങ്ങളിലൊക്കെ ധാരാളം കണ്ടിരുന്നു. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ കൂടിയതാണ് വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിന് പ്രോട്ടോക്കോളും അതിന് മറ്റു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ മുൻ MLA കേന്ദ്ര പദ്ധതികൾ, അത് കേന്ദ്ര പദ്ധതികളാകുമ്പോൾ ഉദ്ഘാടനം ചെയ്തോട്ടെ, അധ്യക്ഷത വഹിച്ചോട്ടെ, അതൊക്കെ ഇവിടുത്തെ നിയമവും ഭരണഘടനയും അനുവദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് MP അറിയിക്കാതെ കേന്ദ്രവുമായി ബന്ധപ്പെടാതെ എങ്ങനെയും വിജയിക്കണം, എല്ലാം ഞങ്ങളുടെയാണ് വികസനം മാത്രം ഞങ്ങളുടെയാണ്, ഒരു പോരായ്മകളും ഇല്ല എന്നുള്ളൊരു പ്രവർത്തനമായിരുന്നു. അതൊക്കെ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയിൽ മുട്ടിലഴയുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്ന വികസനം. ഇപ്പോൾ ബൈപ്പാസ് റോഡ്, ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ KSRTC ബസ് സ്റ്റാൻഡും ബൈപ്പാസ് റോഡും, കർഷകന് നെല്ല് കൊടുത്താൽ 4 മാസം കാത്തിരിക്കേണ്ടി വരുന്ന കാര്യങ്ങളും, പല റോഡുകളും കുഴിയടയ്ക്കുക പോലും ചെയ്യാതെയുള്ള പ്രശ്നം, ഗതാഗതക്കുരുക്ക്, ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബോഡൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസാദം പദ്ധതി, ഇങ്ങനെ ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഇരിങ്ങാലക്കുട ഒരുപക്ഷെ ജില്ലയാക്കി മാറ്റാൻ അടുത്തൊരു ജില്ല വരികയാണെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു സ്ഥലം. ഇപ്പോൾ റൂറൽ SP ഓഫീസിൽ പോകുന്നു, സിവിൽ സ്റ്റേഷൻ, 2ാമത്തെ ഹൈക്കോടതി കഴിഞ്ഞ 2ാമത്തെ കോടതി സമുച്ചയം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ജില്ലയായി മാറാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് ഈ 2 മുന്നണികൾ, ഉണ്ണിയാടൻ നേരത്തെ മത്സരിച്ചിരുന്നു, R-ബിന്ദു 5 വർഷം തികഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെച്ച നിരീക്ഷണം ഇതിൻ്റെ കുറവുകളും ഇതിൽ NDAക്ക് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് വികസനം കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇവിടെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന 2 പേരും ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായ ഫണ്ടിങ് നടക്കുന്നില്ല. ഒരു പദ്ധതി തന്നെ, ഉദാഹരണത്തിന് കൂട്ടംകുളം തന്നെ 3-4 തവണ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, 10 കോടി പ്രഖ്യാപിക്കുന്നു, 5 കോടി പ്രഖ്യാപിക്കുന്നു, 4 കോടി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ വികസനം അതൊക്കെ നടന്നിരുന്നുവെങ്കിൽ ഇരിങ്ങാലക്കുട എങ്ങനെയായിരുന്നു? അപ്പോൾ വികസനത്തിന് അവസരം കൊടുത്തിട്ടും പലതും കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട നാദോപാസനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് തുടക്കമായി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കൂടിയാട്ട കലാകാരൻ ഡോക്ടർ വേണുജി ഉദ്ഘാടനം ചെയ്തു. നാദോപാസന പ്രസിഡന്റ് സോണിയഗിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആവണങ്ങാട്ട് കളരി രഘുരാമ പണിക്കർ മുഖ്യാതിഥിയായിരുന്നു. അച്യുത് ശങ്കർ S. നായർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ ഡോക്ടർ വേണുജി, നിർമ്മല പണിക്കർ, കലാനിലയം ഗോപി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ, USA സ്വാതി സംഗീത സഭയുടെ സാരഥി മുരളി വല്ലത്ത, ശിവരാമകൃഷ്ണൻ, സുശീല മാരാർ, P. നന്ദകുമാർ, ഉണ്ണികൃഷ്ണ മേനോൻ,
ആശ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. സംഗീത സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ ഞാൻ നന്ദനോട് പലപ്പോഴും പറയാറുണ്ട്, സ്വയം മറന്നു പോകരുത്. അടിസ്ഥാനമായിട്ട് നന്ദൻ ഒരു കലാകാരൻ സംഘാടനത്തിൽ പരിധിവരെ സമയം ചെലവഴിക്കാവും. ബാക്കി സമയത്ത് അവരവരുടെ കല പോഷിപ്പിക്കാൻ വേണ്ടി ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ അസൂയാവഹമായ രീതിയിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിട്ടുള്ളത്. ഞാനൊരു കൂടിയാട്ടം കലാകാരനാണ്. അതിന് മുമ്പ് കഥകളി ആയിരുന്നു. സംഗീതമായിട്ട് എനിക്ക് വളരെ 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 അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പിന്നെ ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ സംഗീതജ്ഞൻ ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ സാഹിബിനെ കാണാൻ ഞാൻ മൈഹറിൽ പോയിട്ടുണ്ട്. അത് 105 വയസ്സ് പ്രായമായിരുന്നു. ആ മൈഹർ എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ അവിടുത്തെ ആ കുഗ്രാമത്തിൽ ഇദ്ദേഹം താമസിക്കുകയാണ്. വിശ്വവിഖ്യാതനാണ് അലാവുദ്ദീൻ ഖാൻ. കാരണം മൈഹർ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാത നർത്തകൻ്റെ സംഗീത സംവിധായകനായിരുന്നു. എനിക്ക് അലാവുദ്ദീൻ ഖാനെ പറ്റി എൻ്റെ ജീവിതത്തിൽ മുഴുവൻ മാറ്റി മറിച്ച ഒരു വ്യക്തിയാണ് അലാവുദ്ദീൻ ഖാൻ. സംഗീതം മാത്രമല്ല, ജീവിതവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് വലിയൊരു മാർഗനിർദ്ദേശമാണ്. ഇരിങ്ങാലക്കുട മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെയും യുവകലാസാഹിതി ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച KV രാമനാഥൻ മാസ്റ്റർ അനുസ്മരണം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി ഇരിങ്ങാലക്കുട മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ രേണു രാമനാഥൻ എഴുതിയ സുവർണ മല്ലികയുടെ ചില്ല, KV രാമനാഥന്റെ കഥയും ജീവിതവും എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു KV രാമനാഥൻ മാസ്റ്ററുടെ സഹധർമ്മിണി രാധ ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തു. മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് KG അജയൻ സ്വാഗതവും യുവകലാസാഹിതി മേഖലാ സെക്രട്ടറി PP അജിത് കുമാർ നന്ദിയും പറഞ്ഞു. രാമനാഥൻ മാഷ് ഇരിങ്ങാലക്കുടയുടെ ഒരു കൾച്ചറൽ ഐക്കണായിരുന്നു. നമ്മുടെ നാട് വളരെയേറെ സാംസ്കാരിക മഹിമ അവകാശപ്പെടാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരു ഇടമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് സാംസ്കാരിക മേഖലയുടെ ഒരു പര്യായപദം പോലെ തന്നെ ജീവിതകാലം മുഴുവൻ എന്ന് പറയാവുന്ന വിധത്തിൽ തുടർന്ന ഒരു വ്യക്തിത്വമായിരുന്നു രാമനാഥൻ മാഷ്. ഒരുപാട് തലമുറകളെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു എന്ന് മാത്രമല്ല, അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വളരെ സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിച്ച ഒരു അധ്യാപകനായിരുന്നു രാമനാഥൻ മാഷ്. ബാലസാഹിത്യകാരൻ എന്നതിനൊപ്പം തന്നെ ഒരുപാട് സാഹിത്യ പ്രതിഭകളെയും കലാപ്രതിഭകളെയും മലയാള നാടിന് സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വം എന്ന നിലയിൽ തീർച്ചയായും രാമനാഥൻ മാഷിന്റെ ഓർമ്മകൾ ഇരിങ്ങാലക്കുടയുടെ മനസ്സിൽ എക്കാലത്തും അമരമായി തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.